പ്രിയ വിദ്യാർത്ഥികളെ, ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഫസ്റ്റ് ലെസൺ കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുക്കാൻ ചെറിയ പ്രയാസമുള്ളതുകൊണ്ട് ഈ ഒരു ക്ലാസ് തൽക്കാലം ഞാൻ റെക്കോർഡ് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരികയാണ്. നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ദ റിവർ വാലി സിവിലൈസേഷൻ എന്നുള്ളതാണ് ചാപ്റ്റർ. ഓൾറെഡി നമ്മൾ 5th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ചാപ്റ്റർ. റിവർ വാലി സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ പറയാം. വേൾഡിൻ്റെ ഡിഫറെൻറ്റ് പ്ലേസസിലുള്ള മെയിൻ റിവേഴ്സിൻ്റെ ബാങ്കിൽ, റിവർ ബാങ്കിൽ മെയിനായിട്ട് ചില സിവിലൈസേഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ഈ ടോപ്പിക്. ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഹൊയാഹോർ സിവിലൈസേഷൻ, ഇങ്ങനെ ഒരുപാട് റിവർ വാലിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ചില സിവിലൈസേഷൻ നോക്കാം. നമ്മൾ നേരത്തെ ഫസ്റ്റ് ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതിന് ഒരുപാട് ഡെവലപ്പ് ചെയ്ത ചില സ്റ്റേജസാണ് നമുക്ക് നോക്കാനുള്ളത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ സിവിലൈസേഷൻ നമ്മൾ കാണുന്നത്. നിങ്ങൾ നോക്കൂ, ടെക്സ്റ്റ് തന്നെ പിക്ചർ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം ചില സിവിലൈസേഷനൊക്കെ. ഇതിൽ കാണുന്ന ഈ ഒരു പിക്ചർ ഗ്രേറ്റ് ബാത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ ഡിസ്കവർ ചെയ്തെടുത്ത, നമ്മൾ എക്സ്കവേഷൻ നടത്തിയെടുത്ത ഒരു കുളമാണിത്, ഗ്രേറ്റ് ബാത്ത്. ദെൻ നമുക്കറിയാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന പിരമിഡുകൾ. ഇത് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് നോക്കാം, ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസി വാഹിസ് തയ്യാറാക്കിയ ഒരു സ്ലൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പേജ് നമ്പർ 23 ഈ ഒരു ടോപ്പിക്കോട് കൂടിയാണ്. ഇറ്റ് വാസ് ദ ഇയർ 1856. The British desired to lay a railway line from Multan to Lahore. The Brandon brothers were assigned to charge of its construction. The line was to be laid through the Indus Valley. Though the brothers, who were engineers, toiled hard with the labours, they could not fix the railway track in the loose soil. The construction came to a standstill. The engineers noticed some burned bricks nearby. They were hard and suitable for laying the track without wasting any time. They powered these bricks and laid the fine. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബ്രിട്ടീഷ് ഗവൺമെൻറ് കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനൊക്കെ ഒന്നിച്ചു ചേർന്നിരുന്ന ആ ഒരു പീരീഡിൽ 1856 അല്ലേ, നമ്മളെ ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് വാറൊക്കെ നടക്കുന്ന സമയത്താണ് ബ്രിട്ടീഷ് ഡിസൈഡ് ടു ലേ റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എവിടെയാണ്? മുൾട്ടാൻ ടു ലാഹോർ, മുൾത്താൻ നിന്ന് ലാഹോറിലേക്ക്. ദ ബ്രണ്ടൻ ബ്രദേഴ്സ് ഒരു സഹോദരന്മാരാണ്, അവരെയാണ് ഇത് ഏൽപ്പിക്കുന്നത്. അസൈൻ ടു ചാർജ് ഇറ്റ് കൺസ്ട്രക്ഷൻ. അവർ എഞ്ചിനീയേഴ്സാണ്. ദ ലൈൻ വാസ് ടു ലേ ത്രൂ ദി ഇൻഡസ് വാലി. സിന്ധു നദിയുടെ വാലിയിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് നിർമ്മിക്കേണ്ടത്. ത്രൂ ദി ബ്രദേഴ്സ് ഹു വർ എഞ്ചിനീയേഴ്സ് ടോയിൽ ടു ഹാർഡ് വിത്ത് ലേബേഴ്സ്. അവർ ലേബേഴ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ദേ കുഡ് നോട്ട് ഫിക്സ്. കാരണം റെയിൽവേ ട്രാക്ക് എന്തെങ്കിലും ഉറപ്പിക്കണം, ഫിക്സ് ചെയ്യണം. പക്ഷേ ദേ കുഡ് നോട്ട് ഫിക്സ്, അവർക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. ദ റെയിൽവേ ട്രാക്ക് ഇൻ ദിസ് ലൂസ് സോയിൽ. കാരണം റിവർ വാലിയാണ്, ലൂസ് സോയിലാണ്, ഇളകിയ മണ്ണാണ്, ഉറപ്പില്ലാത്ത മണ്ണാണ്. ദ കൺസ്ട്രക്ഷൻ കെയിം ടു എ സ്റ്റാൻഡ് സ്റ്റിൽ. അവർ നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ദെൻ ദി എഞ്ചിനീയേഴ്സ് നോട്ടീസ്ഡ് സം ബേൺഡ് ബ്രിക്സ്. അവരെന്ത് ചെയ്തു? ചില ബേൺഡ് ബ്രിക്സ്, അഥവാ മണ്ണ് ഇളക്കിയപ്പോൾ അവിടുന്ന് ബേൺഡ് ബ്രിക്സ്, ചുട്ട ഇഷ്ടികകൾ, അഥവാ വെയിലത്ത് വെച്ച് ഉണക്കി അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ കത്തിച്ചെടുത്തിട്ടുള്ള, ബേൺ ചെയ്തെടുത്തിട്ടുള്ള ബ്രിക്സ് അവർക്ക് കിട്ടി. നമ്മൾ ഇഷ്ടിക എന്ന് പറയും. ദേ വേർ ഹാർഡ് ടു സ്യൂട്ടബിൾ ഫോർ ലൈൻസ്. വളരെ ഹാർഡാണ്. അതെന്താണ്? റെയിലിലെ ഉറപ്പിക്കാൻ ഉപയുക്തമായതാണ്. അവരത് ഉപയോഗിച്ചു. വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം. അവർ സമയമൊന്നും വേസ്റ്റ് ആക്കാതെ അവർ ഉപയോഗിച്ചു. ദേ പവർഡ് ദോസ് ബ്രിക്സ് ആൻഡ് ലെയ്ഡ് ടു ദം. ഇത് ഒരു ഹിസ്റ്ററിയിലെ വലിയൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിരുന്നു. എന്താണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്? ഈ ഇഷ്ടിക
ഇന്നും ഇന്നലെയും നിർമ്മിച്ചതല്ല. ഇയേഴ്സ് ഓഫ് ബാക്ക് ഒരു വലിയ സിവിലൈസേഷൻ്റെ ക്ലിയർ എവിഡൻസ് ആയിരുന്നു അവർക്ക് കിട്ടിയിരുന്ന ഈ ബ്രിക്സ് എന്ന് പറയുന്നത്, ചുട്ട ഇഷ്ടികകൾ എന്ന് പറയുന്നത്. അത് റിസർച്ച് നടത്താൻ വേണ്ടി ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കീഴിലാണത്, ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, പുരാവസ്തു ഗവേഷണ സ്ഥാപനം. ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ led to researches on archaeology in India. This institution was established during the region in ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ഈ പ്രദേശം ഒരു റിസർച്ച് നടത്താൻ തീരുമാനിച്ചു. ടെക്സ്റ്റിൽ വരുന്ന ടോപ്പിക് തന്നെയാണ്. ദ എക്സ്കവേഷൻ റിവീൽഡ് ദാറ്റ് ദ സിവിലൈസേഷൻ ഹാഡ് എക്സിസ്റ്റഡ് ഇൻ ദി വാലി ഓഫ് ദി റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രൈബ്യൂട്ട്സ്. സിന്ധു നദിയുടെയും അതിൻ്റെ തീരങ്ങളിലൂടെയും ഒരു റിസർച്ച് നടത്താൻ തീരുമാനിച്ചു. എക്സ്കവേഷൻ, പര്യവേഷണം നടത്താൻ തീരുമാനിച്ചു. ഹെൻസ് ദി സിവിലൈസേഷൻ കം ടു നോൺ ആസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഈ സിവിലൈസേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദ ഫസ്റ്റ് എക്സ്കവേഷൻ വാസ് കണ്ടക്റ്റഡ് ഇൻ ഹാരപ്പ. ഹാരപ്പയിലാണ് ഫസ്റ്റ് ഗവേഷണം നടത്തുന്നത്. ഇൻ ദി പ്രസൻറ്റ് ഓഫ് പാകിസ്ഥാൻ, ഇന്ന് എവിടെയാണത്? പാകിസ്ഥാനിലാണ്. ഇറ്റ് വാസ് ലെഡ് ബൈ ദ ദൈറാം സാഹിനി. ദ നെയിം നോട്ട് ഈസ് ദൈറാം സാഹിനി. ഹാരപ്പയിൽ റിസർച്ച് നടത്തുന്നത് ദൈറാം സാഹിനിയാണ്. Since the first evidence of the Indus Valley civilization was obtained from Harappa, the civilization is also known as Harappan civilization. ഹാരപ്പയിലാണ് ഫസ്റ്റ് സിവിലൈസേഷൻ കണ്ടെത്തുന്നത്. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നു. ഇറ്റ് വാസ് R.D. ബാനർജി ഹൂ ലെഡ് എക്സ്കവേഷൻ ഇൻ മോഹൻജദാരോ ഇൻ ദിസ് പ്രസൻറ്റ് പാകിസ്ഥാൻ. രണ്ടാമത് റിസർച്ച് നടത്തുന്നത് എവിടെയാണ്? R.D. ബാനർജിയുടെ ലീഡർഷിപ്പിൽ മോഹൻജദാരോയിലാണ്. ഫർദർ റിസർച്ചേഴ്സ് ഇൻ ദി സിവിലൈസേഷൻ ആർ ഗോയിങ് ഓൺ. ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദ ഹാരപ്പൻ സിവിലൈസേഷൻ സ്ട്രക്ചർഡ് അക്രോസ് ദ റീജിയൻ റേഞ്ചിങ് ഫ്രം വെസ്റ്റേൺ പാർട്ട് ഓഫ് പാകിസ്ഥാൻ ടു ആലംഗീർപൂർ ഇൻ ഉത്തർപ്രദേശ് ആൻഡ് ഫ്രം ദി കാശ്മീർ ഇൻ ദി നോർത്തേൺ നർമ്മദ വാലി ഇൻ ദി സൗത്തേൺ പീരീഡ് ഓഫ് സിവിലൈസേഷൻ ഈസ് ജനറലി പ്ലേസ്ഡ് ബിറ്റ്വീൻ BCE 2700 ആൻഡ് BCE 1700. നോക്കുക, പീരീഡ് അല്ലേ, ഏകദേശം ഒരു 1000 ഇയേഴ്സാണ് ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞത്. 2700 ആൻഡ് BCE 1700. BCE ബിഫോർ ദി കോമൺ എറ. കോമൺ എറ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, 1 to 2021. ഇതാണ് കോമൺ എറ, ക്രിസ്താബ്ദം എന്ന് നമ്മൾ പറയും. ക്രിസ്തുവിൻ്റെ ജനനത്തെയാണ് നമ്മൾ എന്ത് പറയുക? കോമൺ എറയായിട്ട് കണക്കാക്കുന്നത്. ബിഫോർ ദി കോമൺ എറ. അപ്പോൾ എന്താണ്? കോമൺ എറയ്ക്കും 1700 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അറൗണ്ട് എത്രയായി? 3700 ഇയേഴ്സ് ബാക്ക്. 2021 പ്ലസ് 1700. അതാണ് അതിൻ്റെ ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെയും 1000 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ അറൗണ്ട് എത്രയായി സ്റ്റാർട്ട് ചെയ്തിട്ട്? 4700 ഇയേഴ്സ്. ആ ഒരു പീരീഡിൽ ആണ് എന്ത് നിന്ന് ഹാരപ്പൻ മോഹൻജദാരൻ സിവിലൈസേഷൻ അഥവാ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ടെക്സ്റ്റിൽ തരുന്ന പേജ് നമ്പർ 24 ഒരു ഫ്ലോ ചാർട്ടാണിത്. നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ ഫ്ലോ ചാർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്ടർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ, നേരത്തെ നമ്മൾ കണ്ടല്ലോ, സർ ജോൺ മാർഷൽ. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇനി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് R.D. ബാനർജിയുടെ നേതൃത്വത്തിൽ ലീഡർഷിപ്പിൽ അവരെവിടെ നടത്തിയത്? കണ്ടക്റ്റഡ് എക്സ്കവേഷൻ മോഹൻജദാരോ. ദെൻ സെക്കൻഡ് വൺ കണ്ടക്റ്റഡ് എക്സ്കവേഷൻ ഹാരപ്പ. ഹു ഈസ് നിങ്ങൾക്കറിയാലോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അത് വെച്ചുകൊണ്ട് നിങ്ങളത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ടെക്സ്റ്റിൽ വരുന്ന നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് പേജിൽ, പേജ് നമ്പർ 25. എന്താണ് ഈ മാപ്പിലുള്ളത്? ഇൻഡസ് വാലി റിവർ ഇൻഡസ് ഇവിടെ കാണാം. നിങ്ങൾ നോക്കൂ, ഇൻഡസ് ഉണ്ടോ? ഇൻഡസ് ആൻഡ് ട്രൈബ്യൂട്ട്സ് ഉണ്ടോ? കാശ്മീരിൽ നിന്ന് വരുന്ന ട്രൈബ്യൂട്ട്സ്. ഹിമാലയ മൗണ്ടനിൽ നിന്നാണ് ഈ സിന്ധു നദി അഥവാ ഇൻഡസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. ഇങ്ങനെ വന്ന് അറേബ്യൻ സീയിൽ വന്നിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവർ ബാങ്കിലാണ് ഈ ഒരു സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഹൻജദാരോ കണ്ടോ, ദെൻ ഹാരപ്പ,
കാലിബംഗൻ, ധോളവീര, ലോഥൽ, നാഗ്പൂർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇതുപോലെ നമുക്ക് കിട്ടിയ ക്ലിയർ എവിഡൻസ് കിട്ടിയ സിവിലൈസേഷൻ്റെ എവിഡൻസ് ഇവിടെ നിന്നൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് സിറ്റീസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആൻഡ് ദർ കറൻറ്റ് കൺട്രി ഇപ്പോഴെവിടെയാണുള്ളത്. നമുക്ക് നിങ്ങളതിൻ്റെ പ്ലേസ് തന്നിട്ടുണ്ട്. ഇവിടെ ഹരപ്പ, മൊഹൻജദാരോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഞാൻ എൻ്റെ മലയാളം വേർഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇതിന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇംഗ്ലീഷ് വേർഷനിലേക്ക് നിങ്ങൾ മാറ്റി ചെയ്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിർത്തിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം എവിടെയാണ് നമുക്ക് കിട്ടി. നമുക്ക് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ളൊരു പിക്ചർ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കിട്ടിയ ചില ക്ലിയർ എവിഡൻസ് ആണ് ഇതെല്ലാം. ഗ്രാനറി ഉണ്ട് ഇതിനകത്ത്. ഗ്രാനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യപ്പുരകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്രേറ്റ് ബാത്ത്, ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, ഡ്രെയിനേജ് സിസ്റ്റമാണത്. പൊല്യൂട്ടറായിട്ടുള്ള വാട്ടറിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ടാങ്ക്, അതിലേക്കുള്ള കനാലുകൾ. ഇതിന് 2 റേഞ്ചാണ്, ഒന്ന് ഹൈറ്റ് കൂടിയ ഏരിയ, ഒന്ന് ലോ ഏരിയ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ സ്ലാബ് വെച്ച് മൂടിയിട്ടുണ്ട്. ഡ്രെയിനേജ് നോക്കി നിങ്ങൾ, അത് ഡ്രെയിനേജാണ് ഈ ഡോട്ട് ലൈന് കാണുന്നത്. ആ ഡ്രെയിനേജിനെ ചെറിയ കല്ലുകൾ വെച്ച് അടച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് ഏകദേശം 4700 ഇയേഴ്സ് ബാക്ക്, 4700 വർഷങ്ങൾക്ക് മുമ്പ് ഹ്യൂമൻ ചുട്ട ഇഷ്ടികൾ ഉപയോഗിച്ച് കല്ലിനെ ഇങ്ങനെ പാകപ്പെടുത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെത്രത്തോളം ഡെവലപ്പ് ചെയ്തിരുന്നു. ആ ഡെവലപ്മെൻറ്റ് ഇന്നുണ്ടായിരുന്നു, നമ്മളെവിടെയോ എത്തിയിരുന്നു. ആ സമൂഹം എന്ത് ചെയ്തു, അതിനിടയിൽ ഡ്രോപ്പ് ഔട്ടായിപ്പോയി. നമുക്ക് നോക്കാം, ആ ചെയിൻ നമുക്ക് ഡ്രോപ്പ് ഔട്ടായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിനെയൊക്കെ ഡെവലപ്പ് ചെയ്തൊരു കൺട്രി ആയിട്ട് ഇന്ത്യ മാറിയിരുന്നേനെ. അതെൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്. നെക്സ്റ്റ് ക്യാപ്ഷനാണ് നമുക്ക് വരുന്നത്. എന്താണ് അവരുടെ സിറ്റീസിൻ്റെ പ്രത്യേകത? ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്, പേജ് നമ്പർ 26. We have seen that it was hardness of the bricks they come across that amazed and laborious. The key features of the Harappan cities was the use of hard burned bricks. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഹാർഡ് ബേൺഡ് ബ്രിക്സ്. ഉറപ്പുള്ള ചുട്ട ഇഷ്ടിക. ഇതാണ് അവരെ ഏറ്റവും വലിയ പ്രത്യേകത. ഓൾ ബിൽഡിങ്സ് വേർ ബിൽറ്റ് ഓഫ് ദി ബേൺഡ് ബ്രിക്സ്. ദി സിറ്റീസ് ഓഫ് ഹാരപ്പ, മോഹൻജദാരോ ആൻഡ് ലോഥാൽ all had 2 parts. നോക്കൂ, ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ് ഇവർ കൺസ്ട്രക്ഷൻ മുഴുവൻ നടത്തിയിട്ടുള്ളത്. ഇനി അവർ മെയിൻ സിറ്റീസാണ് ഹാരപ്പ, മോഹൻജദാരോ, ലോഥാൽ. ഈ സിറ്റീസിലൊക്കെ മെയിനായിട്ടൊരു കോമൺ പെക്യുലാരിറ്റി ഉണ്ട്. ഓൾ സിറ്റീസ് ആർ 2 parts. 2 ഭാഗങ്ങളുണ്ട്, ഒരു മെയിൻ പാർട്ടും ഒരു സെക്കൻഡ് പാർട്ടും. ഇനി എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്തത്? എങ്ങനെയാണ് മെയിൻ പാർട്ട്? നമുക്ക് നിങ്ങൾ ആ ഒരു ഫ്ലോ ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ദ പാർട്ട് ഓഫ് ദി സിറ്റി ടു ദി വെസ്റ്റ് വാസ് ഹയർ. വെസ്റ്റ് സൈഡിലുള്ളത് കുറച്ചുകൂടി ഉയർന്ന പ്രദേശമാണ്. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ദി അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ഭരണാധികാരികൾ, ഭരണം നടത്തുന്നവരാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ദ റൂയിൻസ് ഓഫ് ബിഗ് ബിൽഡിംഗ്, പ്രൊബബ്ലി അസംബ്ലി ഹാൾ, വേർ ഡിസ്കവേർഡ് ഹിയർ. നമ്മൾ നോക്കൂ, 3 സിറ്റീസിലുണ്ടത് കോമൺ ആണ്. ഹാരപ്പ, മോഹൻജദാരോ ആൻഡ് ലോഥാൽ. സിറ്റീസിന് എന്തായിട്ടുണ്ട്? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു മെയിൻ സിറ്റി, ആ മെയിൻ സിറ്റിയിൽ ഏറ്റവും ഉയർന്ന ഭാഗത്ത് ഒരു മെയിൻ ബിൽഡിംഗ് ഉണ്ട്, ദിസ് അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ്. ദ ബിഗ് ബിൽഡിംഗ് പ്രൊബബ്ലി ആസ് ആൻ അസംബ്ലി ഹാൾ were discovered here. ഇനി സെക്കൻഡ് പാർട്ട് നോക്കൂ. ദ പാർട്ട് ഓഫ് ദി സിറ്റി ഓഫ് ദി ഈസ്റ്റ് സൈഡിൽ വാസ് ലോവർ ആൻഡ് വാസ് ഇൻഹാബിറ്റഡ് ബൈ ദി കോമൺ പീപ്പിൾ. സാധാരണക്കാർ താമസിക്കുന്നത് താഴ്ന്ന ഭാഗം. ദ റൂയിൻസ് ഓഫ് മെനി ബിൽഡിംഗ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ ഹൗസസ് വേർ അൺഎർത്ത്ഡ് ഹിയർ. അപ്പോൾ താഴ്ന്ന ഭാഗത്തുള്ളതെല്ലാം സാധാരണക്കാരുടെ ഭാഗത്തും ഉയർന്ന ഭാഗത്ത് അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പോൾ ഒരു കേന്ദ്രീകൃതമായ, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, ഒരു പ്ലാനിംഗ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഭരണാധികാരികൾ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. Then houses were built along with both sides of planned streets. There were varying structures. Some houses had only one room.
where others have more rooms, a courtyard and well. Every house had a toilet. നോക്കൂ എത്ര ഇമ്പോർട്ടൻ്റ് വളരെ പ്ലാൻഡ് ആണ്. The houses were built along with both sides of planned cities, planned streets. ഒരു സ്ട്രെയിറ്റ് റോഡ് രണ്ട് സൈഡിലായിട്ട് വീടുകൾ, ഇന്നത്തേതുപോലെ. ഇനിയോ നോക്കൂ, there were varying structures. ഓരോന്ന് എന്താണ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. Some houses had only one room. ചില വീടുകൾക്ക് ഒരു റൂമേ ഉള്ളൂ. whereas others have more room. ചിലതിൽ ഒന്നിൽ കൂടുതൽ റൂമുണ്ട്. എ കോർട്ട്യാർഡ് ആൻഡ് വെൽ, മുറ്റമുണ്ട് കിണറുമുണ്ട്. ലാസ്റ്റ് നോക്കി നിങ്ങൾ, എവരി ഹൗസസ് ഹാഡ് എ ടോയ്ലറ്റ്. എല്ലാ വീടുകളിലും എന്തുണ്ട്? ടോയ്ലറ്റ് ഉണ്ട്. നിങ്ങൾ നാളെ നോക്കി, 4000 years ബാക്ക് ഹ്യൂമൻ ബീയിങ് ഡെവലപ്ഡ് അല്ലേ. ഇന്നും ഇന്ത്യയുടെ മുദ്രാവാക്യം എന്താ? എല്ലാവർക്കും ഒരു ടോയ്ലറ്റ് വേണം അല്ലേ. ദി ഡ്രെയിനേജ് സിസ്റ്റം വാസ് ദ അനദർ ഫീച്ചർ ഓഫ് ദീസ് സിറ്റീസ്. ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട് ഓരോന്നിനും. ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദി ഹൗസസ് were let out into the drains. എല്ലാ വീട്ടിലെയും വേസ്റ്റ് വാട്ടർ എന്താണ്? ആ ഒരു കോമൺ വേസ്റ്റ് ഡ്രെയിനേജിലേക്കാണ് പോകുന്നത്. ദീസ് ഡ്രെയിൻ were connected with the main drain of the street. എല്ലാം കൂടി എന്തും സ്ട്രീറ്റിനുള്ള അഴുക്കുചാൽ, റോഡിൻ്റെ സൈഡിലൊരു അഴുക്കുചാലുണ്ട്. ദ ഡ്രെയിൻ were built of burned bricks and covered with the stone slabs. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? കല്ല് കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ദ എക്സ്റ്റീവ് ഡ്രെയിനേജ് സിസ്റ്റം എക്സിസ്റ്റഡ് ഈവൻ എ സ്മോൾ ടൗൺ ആൻഡ് വില്ലേജ്. എല്ലാ ടൗണിലും, ചെറുതും വലുതുമായ എല്ലാ ടൗണിലും ഇതൊക്കെ നമുക്ക് കാണാം. ഇൻ മോഹൻജദാരോ is the great tank called the Great Bath was discovered. It is an evidence for the architectural skill of the people of that period. It was built entirely with the burned bricks. ഇതാണ് ഈ പറഞ്ഞത്. ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കോമൺ കുളം, ഗ്രേറ്റ് ബാത്ത് അവർക്ക് ഉണ്ടായിരുന്നു. ഒരു വലിയ പോണ്ട് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അവരെ ആർക്കിടെക്ചറൽ സ്കില്ല് കാണിക്കുന്ന സംഗതികളാണ്. Discuss and prepare a note of importance of personal and social hygiene maintained by the people of the Indus Valley civilization. വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്തൊക്കെയാണ് അവരുള്ളത്? കോമൺ റൂമുകൾ അല്ലേ, ഹൗസസ് ഉണ്ട്, റൂമുകൾ അതിനകത്ത് ടോയ്ലറ്റുകളുണ്ട് അല്ലേ, ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി സോഷ്യൽ ഹൈജീനോ എന്താ ചെയ്തിട്ടുള്ള അവർ? നമ്മൾ കണ്ടു അല്ലേ, എന്താണ് ഡ്രെയിനേജ് സിസ്റ്റം കണക്റ്റഡ് ഇൻ ടു മെയിൻ ഡ്രെയിനേജ് സിസ്റ്റം. ദേ കളക്റ്റഡ് ഇൻ എ കോമൺ ടാങ്ക്. ഒരു വലിയ സോഷ്യൽ ഹൈജീൻ എക്സാമ്പിളാണ്. ഗ്രേറ്റ് ബാത്ത്, സോ മെനി എക്സാമ്പിൾസ് ആർ ദർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സാമ്പിൾ കണ്ടെത്തി എഴുതിയാൽ മതി. ദെൻ ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ. അവരുടെ ധാന്യപ്പുരകളും അവരുടെ കൃഷിയെക്കുറിച്ച് നമുക്ക്. ഗ്രാനറീസ് ആർ സിഗ്നിഫിക്കൻ്റ് എമോങ് ദി റൂയിൻസ് ഡിസ്കവേർഡ് ഫ്രം ദി ഹാരപ്പ. ഗ്രാനറീസ്, ധാന്യപ്പുരകൾ, ആർ സിഗ്നിഫിക്കൻ്റ് എമോങ് ദി റൂയിൻസ് ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പ. ദേ വർ ബിൽഡിംഗ് ദി ഫെസിലിറ്റി ടു ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻ. അവരെന്ത് ചെയ്തിരുന്നു? വലിയ ധാന്യപ്പുരകൾ, സ്റ്റോറേജ് ഹൗസ് അവർക്കുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിന്. ഡ്രൈ ആൻഡ് സ്റ്റോർ ഗ്രെയിൻ. ദ റിമെയിൻസ് ഓഫ് വീറ്റ്, ബാർലി, മില്ലറ്റ്, റീസം, പൾസസ് ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. വീറ്റ് കിട്ടിയിട്ടുണ്ട്, ഗോതമ്പ് കിട്ടിയിട്ടുണ്ട്, ബാർലി, മില്ലറ്റ് ചെറിയ ധാന്യങ്ങളാണിതൊക്കെ, പയറുവർഗ്ഗങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഹാവ് ബീൻ ഫൗണ്ടഡ് ഹിയർ. എവിഡൻസ് ഓഫ് ദി റൈസ് കൾട്ടിവേഷൻ ഹാവ് ബീൻ അൺകവേർഡ് ഫ്രം രാഗ്പൂർ ആൻഡ് ലോഥാർ ഇൻ ഗുജറാത്ത്. അതിൻ്റെ പുറമെ എന്തുകൊണ്ട്? അവർക്ക് നെൽകൃഷി ഉണ്ടായിരുന്നു. അതുപോലെ കോട്ടൺ വാസ് ഓൾസോ കൾട്ടിവേറ്റഡ്. പരുത്തി അവർ കൃഷി ചെയ്തിരുന്നു. ഇപ്പോൾ ഡ്രസ്സിന് വേണ്ടി അവർ കോട്ടൺ ചെയ്തു. ഫുഡിന് വേണ്ടി റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്, ബാർലി ഉണ്ട്, മില്ലറ്റ് ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രെയിൻസ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ റിവർ വാലീസിലാണ്. അപ്പോൾ അതോടെ എന്തുണ്ടാവും? ഇറിഗേഷൻ ഫെസിലിറ്റി ഉണ്ടാവും. അർബൻ ഫോക്ക് ഡിപ്പെൻഡ് ഓൺ ദി വില്ലേജസ് ഫുഡ് ആൻഡ് വർക്ക്. ദ വില്ലേജ് വാർ ദ മേജർ മാർക്കറ്റ് ഫോർ ദി അർബൻ പ്രൊഡക്റ്റ്. അവരെന്ത് ചെയ്യാണ്? ടൗണിൽ കൊണ്ടുവന്നിട്ട് ഗ്രാമങ്ങളിലെ വസ്തുക്കളൊക്കെ സെയിൽ ചെയ്യുമായിരുന്നു. നിങ്ങൾ എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചാൽ മതി കേട്ടോ. അവരെ ഗ്രാനറിയുടെ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ അവിടെ ഉണ്ട്. The agriculture field in the village was fertile. It was alluvial soil deposited by the river Indus that made them the fertile.
The agriculture field in the village were fertile. അഗ്രികൾച്ചർ ഫീൽഡ് അവർ കൃഷിസ്ഥലങ്ങൾ വളരെ ഫെർട്ടൈലായിരുന്നു, ഫലസമ്പുഷ്ടമായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിനറൽസ് ഇൻക്ലൂഡ് ആയുള്ള സോയിലായിരുന്നു. എന്തുകൊണ്ടാണ്? ഈസ് ആൻ അലൂവിയൻ സോയിൽ. എക്കൽ മണ്ണാണ്, പുഴയുടെ തീരത്തുള്ള മണ്ണാണ്, മണ്ണ് അടിഞ്ഞുണ്ടായ മണ്ണാണ്, അലൂവിയൻ സോയിലാണ്. ഡെപ്പോസിറ്റ് ബൈ ദ റിവർ ഇൻഡസ് ദാറ്റ് മേഡ് ദം ഫെർട്ടൈൽ. ദ കാലിബംഗൻ, ദ രാജസ്ഥാൻ റിമൈനിങ് വാസ് ഡൺ ബൈ ദി പോളങ്കിങ് ദി ലാൻഡ്. കലപ്പ, മണ്ണ് കൊണ്ടുള്ള കലപ്പ അവരുണ്ടാക്കിയിരുന്നു. ദ ഫിഗേഴ്സ് വാസ് പോളങ്കോ മെയ്ഡ് ബൈ ദ ക്ലേ വാസ് ഡിസ്കവേർഡ് ഫ്രം ഹിയർ. കനാൽ വർ കൺസ്ട്രക്റ്റഡ് ഫോർ ഇറിഗേഷൻ. വെള്ളം ഒഴുക്കി കൊണ്ടുപോകുന്നുള്ള കനാലുകൾ കണ്ട നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഇത്തരം കനാലുകൾ വരുന്നത് ഒരു ഗ്രാഫിക്കൽ പിക്ചർ മാത്രമാണ്, ഒറിജിനലല്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്? അനിമൽ ഹസ്ബൻഡറി. അഡീഷൻ ടു അഗ്രികൾച്ചറിന് പുറമെ തന്നെ അനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തുന്നു, ഓൾസോ എക്സിസ്റ്റഡ്. Plenty of animals born have been unearthed from here. ഡിഫറെൻറ്റ് ടൈപ്പ് ആഫുള്ള ബോൺസ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെയാണ് അവർ അനിമലിനെ വളർത്തിയെന്ന്. ദ ഫിഗേഴ്സ് ഓഫ് റൈനോസിനസ് ആൻഡ് എലിഫൻറ്റ് മെയ്ഡ് ഓഫ് ക്ലേ ഹാവ് ഓൾസോ ബീൻ ഫൗണ്ടഡ്. അവിടെ നിന്ന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? ചില ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ്? റൈനോസിനസ് കാണ്ടാമൃഗത്തിൻ്റെയും അതുപോലെ എലിഫൻറ്റിൻ്റെയും ആനയുടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അവർ ഇണക്കി വളർത്തി എന്തായിരുന്നു? ദേ റിയർഡ് ഓക്സ്, goat, pig and sheep. Explanation ആവശ്യമൊന്നുമില്ല. The surplus agriculture product were stored in the granary. The grain collected in the form of ravens were also kept there. അവർക്ക് പ്രൊഡക്ഷൻ മാത്രമല്ല, സർപ്ലസ് ഉണ്ടായിരുന്നു, എക്സ്ട്രാ ഉണ്ടായിരുന്നു. അവർ പ്രൊഡക്റ്റ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതെവിടെയായിരുന്നു? ദ ഗ്രെയിൻ ദ സ്റ്റോർഡ് വർ ദ മെയ്ഡ് ഓഫ് അവൈലബിൾ പബ്ലിക്. ഒരു പൊതുസ്ഥലങ്ങളിൽ, അത് വീട്ടിലല്ല സൂക്ഷിക്കുക, പൊതുസ്ഥലങ്ങളാണ്, ടാക്സ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. Such grain were evidence for the existence of efficient administration system. ഒരാൾക്ക് ആവശ്യമില്ലാത്തത്ര ഉൽപ്പന്നം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? അവർ കോമൺ ആയിട്ട് അഡ്മിനിസ്ട്രേഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവരാവശ്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദെൻ ലാസ്റ്റ് വൺ, ട്രേഡ്. ഇനി അവരെ ട്രേഡിനെ കുറിച്ചാണ്. എന്തെല്ലാം അവർ ട്രേഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കാണാം അല്ലേ? ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് led to surplus production and storage of grains. അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് എന്ത് ചെയ്തു? സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി, അമിതോൽപാദനം ഉണ്ടായി. അതെന്ത് ചെയ്തു? അവർ ഗ്രെയിൻസ് സ്റ്റോർ ചെയ്ത് വെച്ചു. അക്യുറേറ്റ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് വേർ യൂസ്ഡ് ടു എക്സ്ചേഞ്ചിങ് സ്റ്റോർഡ് പ്രൊഡക്റ്റ്. അവർ തൂക്കങ്ങൾ കണക്കാക്കിയിരുന്നു. അതിനുവേണ്ടിയുള്ള മെഷറിങ് ഇതൊക്കെ ആയിരിക്കാം. അത് വെയിങ് ആൻഡ് മെഷറിങ് ടൂൾസ് ഹാവ് ബീൻ അൺഎർത്തഡ് ഫ്രം ഹിയർ. അളവ് പാത്രങ്ങളും കട്ടികളൊക്കെ അവർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. The inscriptions discovered from Mesopotamia maintain their trade relation with Meluha. മെലുഹ എന്ന് പറഞ്ഞത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലുള്ള ഒരു പ്ലേസാണ്. അവിടെ നിന്ന് എന്ത് കിട്ടി? മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലുള്ള, അഥവാ ഇറാഖിലെ മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലുള്ള ഇൻക്രിപ്ഷൻസ്, എഴുത്തുകളും നാണയങ്ങളൊക്കെ അവർക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മെസ്സപ്പൊട്ടോമിയക്കാർ ഇവിടെ വന്നിട്ട് ട്രേഡ് നടത്തിയിരുന്നു. ഹിസ്റ്റോറിയൻ വാസ് ഒപ്പീനിയൻ ദാറ്റ് ദ മെലുഹ ഈസ് probably Harappa. The Mesopotamian seal found from Harappa also provide evidence for this trade link. അപ്പോൾ അവരുടെ മെസ്സപ്പൊട്ടോമിയൻ സീലുകൾ ഇവിടുന്ന് കിട്ടിയതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ ട്രേഡ് യൂണിവേഴ്സലായിട്ട് അവർ ട്രേഡ് നടത്തിയിരുന്നു. മെസ്സപ്പൊട്ടോമിയൻ സിവിലൈസേഷനൊക്കെ ആയിട്ട് അവർ ട്രേഡ് നടത്തിയിരുന്നു. ലോത്താൽ വാസ് വൺ ഓഫ് ദി സെൻറ്റേഴ്സ് ഓഫ് ദി മെയിൻ ടൈം ഓഫ് ട്രേഡ്. ദ ക്ലേ മോഡൽ സെയിലിംഗ് ഷിപ്പ് obtained also prove their maritime trade link. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദ സീൽ widely found in the Indus Valley cities sites were probably used with the purpose of trade. However, no evidence for the use of coins has been found. They collected copper from the mines of Khetri in the present of Rajasthan, tin from the present Afghanistan and Central Asia. അവർ കോപ്പറും ടിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് അവർ ബ്രോൺസ് പ്രിപ്പയർ ചെയ്തിരുന്നു. കോപ്പർ ഒരു മെറ്റലാണ് നമുക്കറിയാം, ടിന്ന് മറ്റൊരു മെറ്റലാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? ബ്രോൺസ് ഉണ്ടാക്കിയിരുന്നു. നോക്കാം, കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ്. ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ് സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് കം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ പറയുന്ന മറ്റൊരു പേരാണ്, അനദർ നെയിം ഈസ്
ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കോപ്പർ വാസ് മിക്സ്ഡ് ടു ടിൻ ആൻഡ് പ്രൊഡ്യൂസ് ബ്രോൺസ്. ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ്. സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ടു ഹാരപ്പൻ സിവിലൈസേഷൻ, ഇറ്റ് കം ടു നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അപ്പോൾ ടൂൾസൊക്കെ ഇതിൻ്റെയൊക്കെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ എവിഡൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. അവർ മെയിനായുള്ള തൊഴിലുകളെക്കുറിച്ചാണ്. ദ സീൽസ്, ക്ലേ ഫിഗേഴ്സ്, യുട്ടൻസിൽസ്, ഓർണമെൻറ്റ്സ്. സീൽ നമുക്കറിയാം അല്ലേ, അതാണ് സീൽസ് എന്ന് പറഞ്ഞത്. ക്ലേ ഫിഗേഴ്സ്, യുട്ടൻസിൽസ് പാത്രങ്ങൾ, ഓർണമെൻറ്റ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് അവർ ഉപയോഗിച്ചിരുന്നു. ഡഗ് ഔട്ട് ഫ്രം ദി ഹാരപ്പ ബിയർ വിറ്റ്നസ് ഓഫ് ദെയർ ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഇതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാവും? ഒരു വളരെ ക്രാഫ്റ്റ്മാൻ ആയിരുന്നു, കരകൗശല വിദ്യ ചെയ്യുന്ന ആളായിരുന്നു. ദ റൂയിൻസ് ഓഫ് ദി ഹിൽസ് വേർ ദ പോട്ടറി വാസ് പ്രൊഡ്യൂസർ ഹാവ് ബീൻ വൈഡ്ലി ഡഗ് ഔട്ട്. പല ഭാഗത്തുനിന്നായ ഒരു ഡിഫറെൻറ്റ് ടൈപ്പായുള്ള പാത്രങ്ങൾ, മൺപാത്രങ്ങൾ, വലിയ മൺപാത്രങ്ങൾ അവർ കിട്ടിയിട്ടുണ്ട്. ഓർണമെൻ്റൽ വർക്ക് വേർ ഡൺ ദി ക്ലേ പോട്ട്സ്. മൺപാത്രങ്ങളുടെ സമീപത്തൊക്കെ അവരെന്ത് ചെയ്യുന്നു? ഓർണമെൻ്റൽ വർക്ക്, ഡിസൈനുകൾ ചെയ്തിരുന്നു. ക്ലേ പോട്ട്, ആനിമൽ ഫിഗേഴ്സ് വേർ മോൾഡഡ് ഫ്രം ക്ലേ. മണ്ണിൽ എന്ത് ചെയ്യുന്നു? ആനിമൽ ഫിഗേഴ്സും ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫിഗേഴ്സ് ഓഫ് മാൻ, വുമൺ ആൻഡ് കാർട്ട്. മനുഷ്യൻ്റെയും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അതുപോലെ കാർട്ട്, കാളവണ്ടിയൊക്കെ അവർ ഡിസൈൻ ചെയ്തിരുന്നു. നേരത്തെ ഫസ്റ്റ് പേജിൽ നമ്മൾ പിക്ചർ കണ്ടതാണ്. ദ മേക്ക് ഓർണമെൻറ്റ്സ്. എവിഡൻസ് ഓഫ് സെൻറ്റേഴ്സ് വേർ വിയർ ദ മെയ്ഡ് ഹാവ് ബീൻ അണേർത്ത് ഇൻ ലോഥാൽ. ബാംഗിൾസ് വേർ മെയ്ഡ് ഫ്രം ക്ലേ. മണ്ണ് കൊണ്ട് വളകൾ നിർമ്മിച്ചിരുന്നു. ബ്രോൺസ് ആൻഡ് ടോർട്ടോയ്സ് ഷെൽ. എന്തുകൊണ്ടൊക്കെയാണ്? മണ്ണ് കൊണ്ട്, ആമത്തോട് കൊണ്ടൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ദോ ദ സ്കിൽഡ് അറ്റ് മേക്കിംഗ് ദ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഹാരപ്പൻസ് ഡിഡ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഫോർ ഗിവിംഗ് വെപ്പൺസ്. ദ ആർട്ടിസ്റ്റ് സ്കിൽ ഓഫ് ദി ഹാരപ്പൻസ് ഇസ് റിഫ്ലക്റ്റഡ് ദ സീൽ ദേ മെയ്ഡ്. ദ സീൽസ് വേർ മെയ്ഡ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ്. ദ സ്റ്റാച്യു ഓഫ് ദി ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഫ്രം ദി മോഹൻജദാരോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു സ്റ്റാച്യു ഡാൻസിങ് ഗേളിൻ്റെ. ഇത് മോഹൻജദാരോ നിന്ന് കിട്ടിയതാണ്. ദ ആർട്ടിസ്റ്റിക്കൽ ദ ഡൈവേഴ്സ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ് ഹിൻഡ് ഇൻ ദി എക്സിസ്റ്റൻസ് ഓഫ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവർ വ്യത്യസ്തമായ തൊഴിൽ ചെയ്യുന്ന ഗ്രൂപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരെ കുറഞ്ഞ ടൈം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. ബിലീഫ് സിസ്റ്റം, അവർ വിശ്വാസ രീതികളായിരുന്നു. ദ സീൽ ഫൗണ്ടർ ഹാരപ്പ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ബിലീഫ് സിസ്റ്റം. Clay figures of women have been widely discovered. They provide existence of worshipping the mother goddess. സ്ത്രീകളുടെ പ്രതിമകൾ ഒരുപാട് കിട്ടിയിരുന്നു. അത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദ വേർഷിപ്പിംഗ് ഓഫ് മദർ ഗോഡസ്. ദേവതകളെ അവർ ആരാധിച്ചെന്ന് മനസ്സിലാവും. സച്ച് വേർഷിപ്പ് എക്സിസ്റ്റഡ് ദി കണക്ഷൻ വിത്ത് ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി അഥവാ ഉൽപാദനക്ഷമതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ആരാധിച്ചിരുന്നതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ഹിസ്റ്റോറിയൻ ഒപ്പീനിയൻ ദ ഫിഗേഴ്സ് ഓഫ് മാൻ ഫൗണ്ട് ഫ്രം ദേ ആർ ഏർലി ഇൻ ദി ശിവ. പുരുഷന്മാരുടെ പ്രതിമയും കിട്ടിയിരുന്നു, അത് ശിവപ്രതിമയാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ദേ ഓൾസോ വർഷിപ്പ്ഡ് ദ ആനിമൽസ് ആൻഡ് ട്രീസ്. ദ ഗ്രേറ്റ് ബാത്ത് അണേർത്ത് ദ മോഹൻജദാരോ മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ റിലീജിയസ് സെറിമണീസ്. നേരത്തെ നമ്മൾ കണ്ട ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് റിലീജിയസ് ആയിട്ടുള്ള ആരാധനാപരമായിട്ടുള്ള ഇതിനുപയോഗിച്ചതുമായിരിക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഗ്രേറ്റ് ബാത്ത്. ദ ലാസ്റ്റ് ഹെഡിങ്, ദ ഫാൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്? നോക്കൂ, നമ്മളിതൊക്കെ നമ്മളൊരു അസംഷനാണ്. ദെൻ ഫസ്റ്റ് വൺ, ഫ്ലഡ്. കാരണം ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ്. അവിടെ ഉണ്ടായിരിക്കാവുന്ന ഫ്ലഡ് കൊണ്ടായിരിക്കാം, വെള്ളപ്പൊക്കമായിരിക്കാം ഇതിൻ്റെ തകർച്ചയ്ക്ക് കാരണം. ദെൻ എക്സ്റ്റേണൽ ഇൻവേഷൻ അഥവാ വൈദേശികമായ മറ്റുള്ളവരുടെ അക്രമങ്ങൾ കൊണ്ടാവാം. ഏതെങ്കിലും മറ്റു സിവിലൈസേഷൻ വന്ന് ആക്രമിച്ച് കീഴടക്കി നശിപ്പിച്ചതായിരിക്കാം. ദെൻ ഡീഫോറസ്ട്രേഷൻ, വനനശീകരണമാവാം. ദ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, കൃഷിയിലുണ്ടായ എന്തെങ്കിലും നാശങ്ങൾ കൊണ്ടാവാം. ദ ലാസ്റ്റ് വൺ, എപ്പിഡമിക്സ്. അല്ലേ, ഇപ്പോൾ നമ്മളൊരു എപ്പിഡമിക്സിൻ്റെ പിടിയിലാണല്ലോ അല്ലേ, കോവിഡിൻ്റെ പിടിയിലുള്ളത്. അതുപോലെ എന്തെങ്കിലും വലിയ പകർച്ചവ്യാധികളായിരിക്കാം ചിലപ്പോൾ ഇതിനുള്ള കാരണങ്ങൾ. അപ്പോൾ നമ്മൾ വലിയൊരു ടോപ്പിക്കാണ് നമ്മൾ കുറഞ്ഞ ടൈം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ടോപ്പിക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. ദെൻ
ടെക്സ്റ്റ് നന്നായിട്ട് 2-3 തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പിക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു.